ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്ന S3EC സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള 2022 ഡിസംബറിൽ നടന്നിട്ടുള്ള KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3യുടെ സൊല്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 3 എന്ന് ചോദിച്ചിട്ടുള്ള പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. സോ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ECT 201 ആണ് ഇതിൻ്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൊഡ്യൂൾ 3യുടെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ മൊഡ്യൂൾ 3യിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് PN ജംഗ്ഷൻസിനെ കുറിച്ചാണ്. സോ PN ജംഗ്ഷൻ്റെ ഫോർമേഷൻ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ലൈക്ക് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്, ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദി ജംഗ്ഷൻ, ദെൻ PN ജംഗ്ഷൻ ഇക്വിലിബ്രിയം കേസ്, അതുപോലെ തന്നെ ബയാസിങ് കണ്ടീഷൻസ്, അതായത് ബയാസിങ് ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് കണ്ടീഷൻസ്. ആ രണ്ട് കണ്ടീഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ഡയോഡ് ഇക്വേഷൻ, ഒരു ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. ദെൻ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്, അതായത് രണ്ട് സെമി കണ്ടക്ടേഴ്സ് Pയും Nനും ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു മെറ്റലും ഒരു സെമി കണ്ടക്ടറും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേം ലൈക്ക് ഇലക്ട്രോൺ അഫിനിറ്റി എന്താണെന്നുള്ളത്, വർക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഓമിക് ആൻഡ് റെക്ടിഫൈങ് കോണ്ടാക്ട്. രണ്ട് ടൈപ്പ് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ് ആണ്, ഓമിക് ആൻഡ് റെക്ടിഫൈങ് കോണ്ടാക്ട്. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്ന ടോപ്പിക്സ്. പിന്നെ വരുന്ന സെക്ഷൻ ഡയോഡ് അല്ല, BJT ആണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും അതിൻ്റെ കറണ്ട് കമ്പോണൻസ്, വേരിയസ് കമ്പോണൻസ്, 1, 2, 3 ടേംസ് വരുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ, എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി, കുറച്ച് ടേംസ് വരുന്നുണ്ട്. ദെൻ ട്രാൻസിസ്റ്റർ ആക്ഷൻ, എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള കേസ്. ദെൻ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ, നമ്മുടെ ഏർലി എഫക്റ്റ് എന്താന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3യുടെ സിലബസിൽ മെയിനായിട്ടും വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 3യിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടേംസ്, 1-2 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ടേംസ് എന്ന് പറയുന്നത് എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ, ഈ 2 ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിൽ നിന്ന്. ഇനി പാർട്ട് എയിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ഓമിക് ആൻഡ് റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ഇൻ മെറ്റൽ സെമി കണ്ടക്ടർ, അതായത് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സിലുള്ള ഓമിക് കോണ്ടാക്റ്റും റെക്ടിഫൈങ് കോണ്ടാക്റ്റും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ടേം ഡിഫൈൻ ചെയ്യാനാണ്, എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസിയും ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ടേം എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി ആണ്. സോ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ഗാമ. സോ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു PNP ട്രാൻസിസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PNP, എമിറ്റർ എന്ന് പറയുന്നത് എന്താണ്? P ആണ്. സോ എമിറ്ററിൽ നിന്ന് നമ്മൾ ഹോൾസിനെ ഇഞ്ചക്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഹോൾസ് വിൽ മൂവ് ത്രൂ ബേസിലൂടെ മൂവ് ചെയ്യും. ആ സമയത്ത് കുറച്ചെണ്ണം റീകോമ്പിനേഷന് വിധേയമാവും. ബാക്കിയാണ് എവിടെ എത്തുന്നത്? കളക്ടറിൽ എത്തുന്നത്. ഓക്കെ, സോ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ കറണ്ട്, അതായത് എമിറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഡ്യൂ ടു ഹോൾസ്, ദാറ്റ് ഈസ് IEP ഡിവൈഡഡ് ബൈ ടോട്ടൽ എമിറ്റർ കറണ്ട്. ടോട്ടൽ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IEP പ്ലസ് IEN ആണ്. കുറച്ച് കറണ്ട് ഡ്യൂ ടു ബേസിലുള്ള ഇലക്ട്രോണായിട്ട് റീകോമ്പിനേഷൻ ചെയ്ത് കുറച്ച് കറണ്ട്, എമിറ്റർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് IEN. സോ IEP ഡിവൈഡഡ് ബൈ IEN പ്ലസ് IEP, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ആ ടേം എന്താന്നുള്ളതും അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? ഫുൾ മാർക്ക് കിട്ടും. സോ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദ ടോട്ടൽ എമിറ്റർ കറണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോൾ കറണ്ട് IEP ആൻഡ് ദ ഇലക്ട്രോൺ കമ്പോണന്റ് IEN. ഇത് രണ്ടും കൂടെ ചേർന്നാണ്, IEN പ്ലസ് IEP ആണ് ടോട്ടൽ എമിറ്റർ കറണ്ട്. സോ അതിൽ എത്ര കറണ്ട്
ഡ്യൂ ടു ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ് ആ റേഷ്യോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് IEP ഡിവൈഡ് ബൈ IEN പ്ലസ് IEP. അതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേം ചോദിച്ചിരിക്കുന്നത് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. സോ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ബി. ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ IC ഈസ് പ്രൊപ്പോർഷണൽ ടു IEP. അതായത് കളക്ടറിൽ വരുന്ന കറണ്ടിന്റെ മെജോറിറ്റി കോൺട്രിബ്യൂഷൻ ഏതാണ്? നമ്മുടെ എമിറ്ററിൽ നിന്ന് വരുന്ന ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമിറ്റർ കറണ്ട് ആണ്. ദാറ്റ് ഈസ് IC ഈസ് പ്രൊപ്പോർഷണൽ ടു IEP. IC ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു IEP ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് B. B ഈസ് കോൾഡ് ദി ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. ഓക്കെ, സോ ഇറ്റ് ഈസ് സിംപ്ലി ദ ഫ്രാക്ഷൻ ഓഫ് ഇൻജക്റ്റഡ് ഹോൾസ് വിച്ച് മേക്ക് ഇറ്റ് അക്രോസ് ദി ബേസ് ടു ദി കളക്ടർ. അതായത് ബേസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കളക്ടറിൽ എത്തുന്ന ഹോൾസ്. ഓക്കെ, സോ അതാണ് ശരിക്കും ഈ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റീകോമ്പിനേഷൻ നടക്കാതെ ബാക്കി വരുന്നതാണ് ഇവിടെ എത്തുന്നത്, കളക്ടറിൽ എത്തുന്നത്. സോ അതാണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ഓമിക് ആൻഡ് റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ആണ്. രണ്ട് ടൈപ്പ് കോണ്ടാക്ട്സ്, ഓമിക് കോണ്ടാക്റ്റും റെക്ടിഫൈങ് കോണ്ടാക്റ്റും, മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ് വരുന്ന ഓമിക് ആൻഡ് റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സെമി കണ്ടക്ടർ ഫോർമേഷൻ നമുക്ക് അറിയാം, BN ജംഗ്ഷൻ ഫോർമേഷൻ അറിയാം. ഇനി ഒരു സെമി കണ്ടക്ടറും ഒരു മെറ്റലും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന കോണ്ടാക്റ്റ് ആണ് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ അതിൽ മെയിൻലി നമുക്ക് രണ്ട് ടൈപ്പ് കോണ്ടാക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഓമിക്കും ആൻഡ് സെക്കൻഡ് വൺ ഷോർട്ട് കീ അല്ലെങ്കിൽ റെക്ടിഫൈങ് എന്ന് പറയുന്നത്. ഓമിക്കിന്റെ വേറൊരു പേരാണ് നോൺ റെക്ടിഫൈങ് കോണ്ടാക്ട്. ഓമിക്കിന്റെ വേറെ പേരാണ് നോൺ റെക്ടിഫൈങ് കോണ്ടാക്ട്. ദെൻ സെക്കൻഡ് വൺ ഷോർട്ട് കീ അല്ലെങ്കിൽ റെക്ടിഫൈങ് കോണ്ടാക്ട്സ്. ഓക്കെ, റെക്ടിഫൈങ് കോണ്ടാക്ട്. സോ അതിന്റെ ഒരു ഡയറക്ഷൻ, അതായത് ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ പറയാം. സോ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓമിക് എന്ന് പറഞ്ഞാൽ ബൈഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്, ബൈഡയറക്ഷണൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതായത് കറണ്ട് ഫ്ലോ രണ്ട് ഡയറക്ഷനിലും ഉണ്ട്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലും ഉണ്ട് ഓമിക്കിന്റെ കേസിൽ. ഷോർട്ട് കീയുടെ കേസിൽ എന്താണ്? ഇറ്റ്സ് ലൈക്ക് എ ഡയോഡ്. ഒരു ഡയോഡിന്റെ ക്യാര പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കറണ്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ വെൻ യു ക്രിയേറ്റ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് എ സെമി കണ്ടക്ടർ, മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ആണ് ഈ ഒരു കോണ്ടാക്ട്സ് ഫോം ചെയ്യുന്നത്. സോ ആൻ ഓമിക് കോണ്ടാക്ട് ഈസ് എ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ദാറ്റ് അലോസ് ദ കറന്റ് ടു ഫ്ലോ ബോത്ത് വേസ്. രണ്ട് ഡയറക്ഷനിലുള്ള കറന്റ് ഫ്ലോ ഉണ്ട് വിത്ത് എ വോൾട്ടേജ് കറന്റ് റിലേഷൻഷിപ്പ് ദാറ്റ് കംസ് ക്ലോസ് ടു ദാറ്റ് ഓഫ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിന്റെ ഗ്രാഫ് പോലെ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഓമിക്. എ റെക്ടിഫൈങ് കോണ്ടാക്ട് ഓൺലി അലോസ് കറന്റ് ടു ഫ്ലോ വൺ വേ. റെക്ടിഫൈങ് കോണ്ടാക്റ്റിൽ ഇവിടെ ആൾറെഡി നമ്മൾ പറഞ്ഞു സിംഗിൾ ഡയറക്ഷനിലാണ്, യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. സോ ദ IV ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ലുക്സ് ലൈക്ക് എ ഡയോഡ്. ഒരു ഡയോഡിന്റെ ഗ്രാഫ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ യൂണി ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈ ഡയറക്ഷണൽ ടു യൂണി ഡയറക്ഷണൽ കൺവേർട്ടർ ആണ്. സോ അതുകൊണ്ട് നമുക്കതിനെ റെക്ടിഫൈങ് കോണ്ടാക്ട് എന്ന് പറയാം. സോ ഇതിൽ മെയിൻലി നമ്മൾ ഇതിന്റെ എനർജി ബാൻഡ് ഡയഗ്രം കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് ടേംസ് അറിഞ്ഞിരിക്കണം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടേം ആണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ആണ് ഫൈ എം. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന്റെ വർക്ക് ഫംഗ്ഷൻ ആണ് ഫൈ SC. സെമി കണ്ടക്ടറിന്റെ വർക്ക് ഫംഗ്ഷൻ. സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഏതാണോ, ഇപ്പൊ മെറ്റൽ ആണെങ്കിൽ മെറ്റൽ, സെമി കണ്ടക്ടർ ആണെങ്കിൽ സെമി കണ്ടക്ടർ, അതിന്റെ ഫെർമി ലെവലിൽ നിന്ന് വാക്യൂം ലെവലിലേക്ക് ഒരു ഇലക്ട്രോണിനെ എത്തിക്കാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു എനർജീനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് വി നീഡ് ടു പ്രൊവൈഡ് ഫോർ മൂവിങ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഫെർമി ലെവൽ ടു ദി വാക്യൂം ലെവൽ. ആ ഒരു എനർജീനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. സോ ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു വർക്ക് ഫംഗ്ഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടെ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. സോ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. സോ നമ്മളൊരു മെറ്റലും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറുമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ,
അതായത് മെറ്റൽ സെമി കണ്ടക്ടർ N ആവാം P ആവാം. അപ്പം മെറ്റലും N ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്യുന്ന കേസിലുള്ള രണ്ട് കണ്ടീഷൻസ്, അതിൽ നമ്മൾ ഈ പറഞ്ഞ വർക്ക് ഫംഗ്ഷൻ φm ഉം φsയും തമ്മിലുള്ള ഒരു വാല്യൂലുള്ള ഡിഫറൻസ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ φm ഗ്രേറ്റർ ദാൻ φsc ആണെങ്കിൽ മെറ്റൽ N ടൈപ്പ് സെമി കണ്ടക്ടർ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ആസ് റെക്ടിഫൈങ് കോണ്ടാക്ട്. ഓക്കെ, അതുപോലെ തന്നെ φm ലെസ് ദാൻ φsc ആണെങ്കിൽ അത് എന്ത് കോണ്ടാക്ട് ആയിരിക്കും? ഓമിക് കോണ്ടാക്ട് ആയിരിക്കും. അതിന്റെ ബിഹേവിയർ എന്നാണ് ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെറ്റലും ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, φm ഗ്രേറ്റർ ദാൻ φsc, അതായത് മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ സെമി കണ്ടക്ടർ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ഓമിക് കോണ്ടാക്ട്. അതെന്തായിരിക്കും? ഓമിക് കോണ്ടാക്ട് ആയിരിക്കും. അതുപോലെ തന്നെ മെറ്റൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ φm ലെസ് ദാൻ φsc ആണെങ്കിൽ, വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ലെസ് ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് റെക്ടിഫൈങ് കോണ്ടാക്ട്. ഓക്കെ, സോ ഇതാണ് ഡിഫറെന്റ് കേസുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ട കേസ് മെറ്റലും സെമി കണ്ടക്ടറും ആണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ രണ്ട് ടൈപ്പ് കോണ്ടാക്ട് ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റെക്ടിഫൈങ് കോണ്ടാക്ട് ആണ്. റെക്ടിഫൈങ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് കീ കോണ്ടാക്ട് എന്ന് അറിയപ്പെടും. ദെൻ നോൺ റെക്ടിഫൈങ് കോണ്ടാക്ട് ആണ് ഓമിക്. സോ റെക്ടിഫൈങ് കോണ്ടാക്ട് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓമിക് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ റെസിസ്റ്റൻസ്, അതായത് ബൈ ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ മൊഡ്യൂൾ 3 പാർട്ട് എ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർട്ട് ബിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. SA ക്വസ്റ്റ്യൻ ആണ്, 15, 16 ആണ്. അതിൽ 15 ക്വസ്റ്റ്യനിൽ 2 സെക്ഷൻ ഉണ്ട്, എയും ബിയും. 8+6 ആണ് അതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. 8 മാർക്കാണ് എ ക്വസ്റ്റ്യന്, ബി ക്വസ്റ്റ്യന് 6 മാർക്കാണ്. അതിൽ എ ക്വസ്റ്റ്യൻ ഡിറൈവ് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ, സ്റ്റേറ്റ് എനി 2 അസംഷൻസ് യൂസ്ഡ്. അതായത് നമുക്ക് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും ആ ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 അസംഷൻസ് ഏതൊക്കെയെന്ന് മെൻഷൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 8 മാർക്ക്, അതാണ് എ ക്വസ്റ്റ്യൻ. ഇനി 15 ബി ക്വസ്റ്റ്യൻ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാനാണ്. ഏത് കേസിൽ? മെറ്റൽ N ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു മെറ്റലും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്, φm ഗ്രേറ്റർ ദാൻ, അതായത് മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ φs, സെമി കണ്ടക്ടറിന്റെ വർക്ക് ഫംഗ്ഷൻ. അതായത് മെറ്റൽ വർക്ക് ഫംഗ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി സെമി കണ്ടക്ടർ. അപ്പൊ ആ എനർജി ബാൻഡ് ഡയഗ്രാം 2 കേസിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇക്വിലിബ്രിയം കേസിൽ, അണ്ടർ ഇക്വിലിബ്രിയം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ when it is ബയാസിങ് കണ്ടീഷനിലും അത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്, ഈസ് ദ കോണ്ടാക്ട് റെക്ടിഫൈങ് ഓർ ഓമിക്? അതായത് ആ ഫോം ചെയ്യുന്ന കോണ്ടാക്ട് റെക്ടിഫൈങ് ആണോ ഓമിക് കോണ്ടാക്ട് ആണോ എന്നും ഇതിന്ന് കൺക്ലൂഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 15ാമത്തെ ഇതിൽ വരുന്നത്, എ ബി. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡിയൽ ഡയോഡ് ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ്. സോ നമുക്ക് അതിലേക്ക് പോവാം. സോ നമുക്ക് 15th എ ക്വസ്റ്റ്യൻ ഡയോഡ് ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡയോഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണി ഡയറക്ഷണൽ ഡിവൈസ്, അതായത് ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ് കറണ്ട് ഫ്ലോ അതിലൂടെ ഉള്ളത്. അപ്പോൾ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പി എൻ ജംഗ്ഷൻ കൺസിഡർ ചെയ്യാം. സോ വി ഹാവ് എ പി എൻ ജംഗ്ഷൻ ഹിയർ. സോ ഒരു പിയും എന്നും ജോയിൻ ചെയ്തിട്ടുള്ള പി എൻ ജംഗ്ഷന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളൊരു ഫോർവേഡ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. ഒരു ഫോർവേഡ് ബയസും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അറ്റ് ഇക്വിലിബ്രിയം, നോർമലി അറ്റ് ഇക്വിലിബ്രിയം നമുക്കൊരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിയിൽ നിന്നും എന്നിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. പിയിൽ നിന്നും നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിയിൽ നിന്നും എന്നിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. എന്നിൽ നിന്നും പിയിലേക്ക് ഇലക്ട്രോണും ഡിഫ്യൂസ് ചെയ്യും. സോ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും ഡിഫ്യൂഷൻ ആണ് ശരിക്കും ഫോർവേഡ് ബയസ് കറണ്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം. ഓക്കെ, സോ ഈ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പിയില് ഹോൾസ്
മെജോറിറ്റി ആയിരുന്നു, അത് എന്നിലേക്കാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ എൻ റീജിയണിൽ ഹോൾസ് എന്താണ്, മൈനോറിറ്റിയാണ്. അപ്പോൾ മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി അവിടെ ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉണ്ട്. ആ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉള്ള റീജിയണിലേക്കാണ് പിയിൽ നിന്നും ഹോൾസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, എക്സസ് കാരിയർ ജനറേറ്റ് ചെയ്യും. അതായത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനേക്കാളും അധികം വരുന്ന ആ ഒരു കോൺസെൻട്രേഷനെ പറയുന്ന പേരാണ് എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സിമിലർലി എന്നിൽ നിന്നും പിയിലേക്ക് ഫോർവേഡ് ബയസിൽ ഇലക്ട്രോൺസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. സോ എന്നിൽ ഇലക്ട്രോൺസ് എന്തായിരുന്നു, മെജോറിറ്റി ആയിരുന്നു. ആ ഇലക്ട്രോൺസിനെ പിയിലേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. പിയിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, മൈനോറിറ്റി ആണ്. സോ ഇലക്ട്രോൺസിനും അവിടെ ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് എവിടേക്ക് വരുന്നുണ്ട്, പിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയോഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം നമ്മളിപ്പോൾ ഒരു ബയാസിംഗ് ഒന്നും കൊടുക്കാത്ത ഒരു കണ്ടീഷൻ എടുക്കുക, ഒരു സിമ്പിൾ ആയിട്ട് ഒരു പി എൻ ജംഗ്ഷൻ എടുക്കുകയാണ്, നമ്മൾ എക്സ്റ്റേണൽ ബയാസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പി പി ബൈ പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് പി സൈഡ്. ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് പി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലാതെ ഏതിന്റെ കോൺസെൻട്രേഷൻ ആണ്, മെജോറിറ്റിയുടെ കോൺസെൻട്രേഷൻ ആണ്, ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഡിവൈഡ് ബൈ പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് എൻ സൈഡ്. അപ്പൊ എന്നിൽ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി ആണ്. ദാറ്റ് റേഷ്യോ ഈസ് ഇ റേസ് ടു ക്യൂ വി നോട്ട് ബൈ കെ ടി ആണ്. വി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ അക്രോസ് വരുന്ന ബിൽഡ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ മനസ്സിലാവും, പി പി എന്ന് പറഞ്ഞാൽ വെരി വെരി ഹൈ കമ്പയർഡ് ടു എന്താണ്, പി എന്നുള്ളത് മനസ്സിലാവും. ഇനി നമ്മൾ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്ത കേസാണ് എടുക്കാൻ പോകുന്നത്. സോ വി ആർ അപ്ലൈയിങ് എ ഫോർവേഡ് ബയസ് വോൾട്ടേജ് ഓഫ് വി എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. സോ നമ്മളെ വി നോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇറ്റ് വിൽ കൺവേർട്ട് ടു വി നോട്ട് മൈനസ് വി. എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിൽ വി നോട്ട് ഉള്ള ഭാഗത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വി നോട്ട് മൈനസ് വി. ബിക്കോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർവേഡ് ബയസ് വോൾട്ടേജ് ഇവിടെയുള്ള ഈ കോണ്ടാക്ട് പൊട്ടൻഷ്യലിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് വി നോട്ട് മൈനസ് വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മളിവിടെ പി പി ബൈ പി എൻ ഈ ഒരു ഇക്വേഷനെ വിത്ത് ബയാസിന്റെ കേസിൽ നമ്മളൊന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് മോഡിഫൈ ചെയ്യാണ്. സോ നമ്മളിവിടെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് നൊട്ടേഷൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നു. സോ എക്സാക്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എക്സാക്ട് ജംഗ്ഷൻ. സോ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ പിയിലേക്കും എന്നിലേക്കും പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഡിപ്ലീഷൻ റീജിയൻ പെനട്രേഷൻ ഉണ്ട്. സോ നമ്മൾ ഡോപ്പിംഗ് കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും കൂടുതൽ പെനട്രേഷൻ. അപ്പൊ ഇവിടെ എൻ സൈഡ് ഡോപ്പിംഗ് കൂടുതലാണ്. സോ എൻ സൈഡ് ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ എൻ സൈഡിലേക്ക് പെനട്രേഷൻ കുറവാണ്, ചെറിയൊരു പെനട്രേഷനേ ഉള്ളൂ. ഡിപ്ലീഷൻ റീജിയൻ ഇത്രയേ ഉള്ളൂ എൻ സൈഡിലേക്ക്. ദാറ്റ് ഈസ് എക്സ് എൻ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പി സൈഡിൽ ഡോപ്പിംഗ് കുറവാണ്, അതുകൊണ്ട് പെനട്രേഷൻ കൂടുതലാണ്. സോ പി സൈഡിലേക്കുള്ള പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്റ്റെന്റ് വരെ ഇത്രയും പെനട്രേഷൻ പിയിലേക്ക് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈനസ് എക്സ് പി നോട്ട്. അപ്പൊ ഈ സെന്റർ ജംഗ്ഷൻ 0 ആയിട്ട് എടുത്തു, റൈറ്റ് സൈഡിലേക്ക് പ്ലസ് എക്സ് എൻ നോട്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് എക്സ് പി നോട്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇവിടെ കാരിയർ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞു, കാരിയേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. സോ കാരിയേഴ്സ് ഇഞ്ചെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് പിയിലേക്ക് ഏതാ ഇഞ്ചെക്ട് ചെയ്യുന്നത്, എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസ് ആണ്. സോ ഇലക്ട്രോൺസ് ഇഞ്ചെക്ട് ചെയ്തത് പിന്നെ നമ്മുടെ പിയിലൂടെ എന്ത് ചെയ്യാണ്, ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുക. സോ വൈൽ ഡിഫ്യൂഷൻ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. സോ റീകോമ്പിനേഷൻ നടന്ന അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ വിൽ ബിക്കം ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ആൾറെഡി അതിനൊരു ഇക്വിലിബ്രിയം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എൻ പി. ആ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനേക്കാളും എക്സസ് ആയിട്ട് വരുന്ന ഈ ഇഞ്ചെക്ട് ചെയ്ത കോൺസെൻട്രേഷൻ ആണ് എക്സസ് കോൺസെൻട്രേഷൻ. സോ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ പിയുടെ കൂടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷന്റെ കൂടെ നമ്മൾ എക്സസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ. അത് മാക്സിമം ഈ 0 പോയിന്റിലാണ് മാക്സിമം ഉണ്ടാവുക, കാരണം അവിടെ റീകോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഡിസ്റ്റൻസിനനുസരിച്ച് റീകോമ്പിനേഷൻ നടന്നു പോകുന്നതുകൊണ്ട് നമ്മുടെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യലി കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ ശരിക്കും അതൊരു നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് വരിക. സോ ഇത് ഡെൽറ്റ എൻ പി ആണ് ഈ പോയിന്റിൽ വരുന്നത്. സോ ഡെൽറ്റ എൻ പി ഇൻറ്റു e raised to minus xp by e raised to minus xp divided by ln. e raised to minus xp divided by ln എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നത്. ഇതേ കേസ് തന്നെയാണ് എൻ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ പിയിൽ നിന്ന് എന്നിലേക്ക് നമ്മൾ ഹോൾസിനെ ഡിഫ്യൂസ് ചെയ്ത് ഹോൾസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ എന്നിൽ ആൾറെഡി
ഹോൾസ് മൈനോറിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് പി എൻ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉണ്ട്. അതിന്റെ കൂടെ എക്സസ് ആയിട്ട് എന്ത് വന്നു, ഡെൽറ്റ പി എൻ വന്നു, ഡെൽറ്റ പി എൻ. സോ ഡെൽറ്റ പി എൻ ആണ് മാക്സിമം വരുന്ന എക്സസ് കാരിയർ. പിന്നെ അത് നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ആയിട്ട് റീകോമ്പിനേഷൻ വഴി കുറഞ്ഞ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബിക്കം ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, ഡെൽറ്റ പി എൻ, അതാണ് മാക്സിമം വരുന്നത്. ഡെൽറ്റ പി എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി, ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി ആണ് വരുന്നത്. ഓക്കെ, സോ ആ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇങ്ങനെയാണ് എക്സസ് കാരിയറിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ള ഒരു ഗ്രാഫും കൂടെ ഇവിടെ കാണിക്കുക. ഓക്കെ, സോ വിത്ത് ബയാസ് എന്താ സംഭവിക്കുന്നത്, ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് പി സൈഡ്, ദാറ്റ് ഈസ് പി സൈഡിലുള്ളത് ഏതാ, പി സൈഡിലെ പോയിന്റ് നമ്മൾ മൈനസ് എക്സ് പി സീറോ ആണ്. സോ പി ഓഫ് മൈനസ് എക്സ് പി സീറോ ഡിവൈഡഡ് ബൈ എൻ സൈഡിൽ എന്താ വരിക, പി ഓഫ് എക്സ് എൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ക്യൂ ഇൻറ്റു വി നോട്ട് മൈനസ് വി, ആ ടേം നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, ബൈ കെ ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആയിട്ട് ഇത് മോഡിഫൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എക്സസ് കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞു എക്സസ് ആയിട്ട് വരുന്ന കോൺസെൻട്രേഷൻ ആണ്. സോ എക്സസ് കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ നിന്ന് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ മൈനസ് ചെയ്താൽ മതി. സോ എക്സസ് ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് എൻ നോട്ട്, ടോട്ടൽ കോൺസെൻട്രേഷൻ പി ഓഫ് എക്സ് എൻ നോട്ട് എന്ന് നമ്മുടെ എക്സസ് കാരിയറിന്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കിട്ടും. അതായത് ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എൻ നോട്ട് മൈനസ് പി എൻ ആണ്, പി ഓഫ് എക്സ് എൻ നോട്ട് മൈനസ് പി എൻ. സോ പി ഓഫ് എക്സ് എൻ നോട്ടിന്റെ എക്സ്പ്രഷൻ എന്താണ് നമ്മുടെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് പി എൻ ഇൻറ്റു ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി, ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1. ഓക്കെ, സോ കോമൺ ആയിട്ടുള്ള ടേം നമ്മൾ പുറത്തെടുത്ത് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡെൽറ്റ എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്. എക്സസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ മൈനസ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അപ്പൊ അതിന് നമുക്ക് സിമിലർ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും, എൻ പി ഇൻറ്റു ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ വരുന്ന കോൺസെൻട്രേഷൻ. ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ആൾറെഡി ഇവിടെ ഗ്രാഫായിട്ട് നമ്മൾ കാണിച്ചു, ഒരു നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. സോ ആ ഡിസ്ട്രിബ്യൂഷൻ മാത്തമാറ്റിക്കലി ഇവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡെൽറ്റ എൻ ഓഫ് എക്സ് പി ഈസ് ഡെൽറ്റ എൻ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പി ബൈ എൽ എൻ, സോ ഡെൽറ്റ എൻ പിയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ എൻ പിയുടെ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ പി ഇൻറ്റു ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പി ബൈ എൽ എൻ, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, എക്സസ് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ. സിമിലർലി എക്സസ് ഹോളിന്റെ കോൺസെൻട്രേഷൻ ഡെൽറ്റ പി ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി ആണ്. സോ ഡെൽറ്റ പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഡെൽറ്റ പി ന്റെ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പി എൻ ഇൻറ്റു ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ എക്സസ് കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുകയാണ് ഡ്യൂ ടു ദിസ് ഡിഫ്യൂഷൻ. സോ ടോട്ടൽ ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് അറ്റ് എനി പോയിന്റ്, ആദ്യം നമ്മൾ എനി പോയിന്റ് എക്സ് എന്നുള്ള ജനറൽ ആയിട്ടുള്ള ഏത് പോയിന്റിലുള്ള കറണ്ട് കണ്ടുപിടിക്കുകയാണ്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ഏത് ഇക്വേഷൻ ഉണ്ട്, ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കയ്യിലുണ്ട്. സോ കറണ്ട് ഡെൻസിറ്റിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഈസ് ഐ പി ഓഫ് എക്സ് എൻ. ഐ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ക്യൂ എ ഡി പി ഡോ ബൈ മൈനസ് ക്യൂ എ ഡി പി ഡി ബൈ ഡി എക്സ് എൻ ഓഫ് ഡെൽറ്റ പി ഓഫ് എക്സ് എന്ന് കിട്ടും. ഡെൽറ്റ പി ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, ക്യൂ എ ഡി പി ബൈ എൽ പി ഡെൽറ്റ പി എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി,
LP that is equal to QA dP by LP del P of xn. ഓക്കെ, സോ ഇതിൽ അറ്റ് 0 നമ്മൾ xn എന്ന് പറയുന്ന ഈ ഒരു സെൻട്രൽ പോയിന്റ് എടുക്കുകയാണ്. സോ അറ്റ് 0 ഈ ഒരു പോയിന്റിലുള്ള കറണ്ട് കണ്ടുപിടിക്കുകയാണ്. സോ ആ പോയിന്റിലുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 0 ഹിയർ. സോ നമ്മൾ അതിന് xn 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. xn 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബിക്കം QA dP by LP, QA dP by LP, QA dP by LP ഡെൽറ്റ പി എന്ന് വരും. സോ ദിസ് വിൽ ബിക്കം ഡെൽറ്റ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ QA dP by LP പി ഡെൽറ്റ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ PN ഇൻറ്റു ഇ റേസ് ടു QV by KT മൈനസ് 1. ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുക. ഇത് ഹോളിന്റെ കറണ്ടിന്റെ എക്സ്പ്രഷൻ ആണ്. സിമിലർലി ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഹോളും ഇലക്ട്രോണും ആ ഒരു വ്യത്യാസം മാത്രം ഇതിൽ വരുത്തിയാൽ മതി. സോ IN of XP equal to 0. IN of XP is equal to 0. ഇലക്ട്രോൺ ആയതുകൊണ്ട് ചാർജ് മൈനസ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ വരും. സോ മൈനസ് QA DN by LN ഡെൽറ്റ NP that is equal to minus QA DN by LN NP into e raised to QV by KT minus 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ IP of xn is equal to 0. അതുപോലെ തന്നെ IN of XP equal to 0. ഈ രണ്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. സോ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP of xn is equal to 0 മൈനസ് IN of XP equal to 0. ഈ രണ്ട് ടേം ഉണ്ട് നമ്മുടെ കയ്യിൽ, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് QA dP by LP ഡെൽറ്റ PN പ്ലസ് QA DN by LN ഡെൽറ്റ NP. ഓക്കെ, സോ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ PNന്റെ ടേം അതുപോലെ തന്നെ ഡെൽറ്റ NPയുടെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I is equal to QA dP by LP ഇൻറ്റു PN പ്ലസ് DN by LN ഇൻറ്റു NP. വിത്തിൻ ബ്രാക്കറ്റിലാണ് ഈ ടേം വരുന്നത്. പിന്നെ പുറത്ത് വരുന്ന ടേം ഇ റേസ് ടു QV by KT മൈനസ് 1 ആണ്. സോ ഈ ഒരു ടേമിനെ നമ്മൾ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? I0 അല്ലെങ്കിൽ IS വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ I0 അല്ലെങ്കിൽ IS വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ദിസ് ടേം ഈസ് കോൾഡ് ദി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ട് എങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം I0 ഇൻറ്റു ഇ റേസ് ടു QV by KT മൈനസ് 1. ഈ ഇക്വേഷനാണ് നമ്മൾ ഷോക്ലീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസംഷൻസും കൂടെ അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ മെയിൻലി നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 1-2 അസംഷൻസിൻ്റെ പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഈ മെറ്റീരിയൽ കൺസിഡർ ചെയ്യുമ്പോൾ പിയും എന്നും മെറ്റീരിയലിന്റെ ലെങ്ത് ഉണ്ടല്ലോ, ഈ പിയും എന്നിന്റെയും ലെങ്ത് it should be greater than the length of the material. പിയും എന്നിന്റെയും ലെങ്ത് it should be greater than the diffusion length. അതായത് ഈ മൈനോറിറ്റി കാരിയർ കുറച്ച് കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ കഴിഞ്ഞു പോവുമല്ലോ. സോ ആ റീകോമ്പിനേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ലെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ LN അല്ലെങ്കിൽ NP എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. സോ ഇതിനേക്കാളും ഇതിന്റെ ലെങ്ത് എന്തായിരിക്കണം? നമ്മുടെ P റീജിയൻ ആയാലും N റീജിയൻ ആയാലും അതിന്റെ ലെങ്ത് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ലോ ലെവൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി കാരിയറിന്റെ കോൺസെൻട്രേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുന്നില്ല. ഈ ഒരു ഡിഫ്യൂഷൻ കാരണം മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷനിൽ കാര്യമായിട്ട് മാറ്റം വരുന്നില്ല. മൈനോറിറ്റി കരിയർ കോൺസെൻട്രേഷൻ, അതാണ് നമ്മൾ എക്സസ് കാരിയർ എന്ന് പറഞ്ഞത്, അതിന്റെ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അസംഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് അസംഷൻ യൂസ് ചെയ്താൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ആ ഒരു സെമി കണ്ടക്ടർ ലെങ്ത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് റീകോമ്പിനേഷൻ നടക്കൂ എക്സസ് കാരിയറിന്റെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി കരിയർ കോൺസെൻട്രേഷനിലാണ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വരുന്നത്, മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷനിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് എ ക്വസ്റ്റ്യനിൽ വരുന്നത്. 15ാമത്തേലെ എ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഡയോഡ് ഇക്വേഷൻ്റെ ഒരു ഡെറിവേഷനാണ് ചെയ്തത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. സോ ദ ബി ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദി എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ മെറ്റൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഒരു മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്തിരിക്കുകയാണ് വിത്ത് 5m ഗ്രേറ്റർ ദാൻ 5s. 5m ഗ്രേറ്റർ ദാൻ 5s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ
ഈസ് ഗ്രേറ്റർ ദാൻ ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി സെമി കണ്ടക്ടർ. സോ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. രണ്ട് കണ്ടീഷനിൽ, ഇക്വിലിബ്രിയത്തിലും ബയാസിങ് കണ്ടീഷനിലും. കോണ്ടാക്ട് റെക്ടിഫൈങ് ആണോ ഓമിക് ആണോ എന്നുള്ളതും കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. റെക്ടിഫൈങ് ആണോ ഓമിക് കോണ്ടാക്ട് ആണോ എന്നുള്ളത്. ഓക്കെ, സോ നമ്മളൊരു മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ജോയിൻ ചെയ്യാണ്. ആൻഡ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് 5m ഈസ് ഗ്രേറ്റർ ദാൻ 5s. ഇതാണ് കണ്ടീഷൻ. സോ 5m ഗ്രേറ്റർ ദാൻ 5s ആണെങ്കിൽ, 5m ഗ്രേറ്റർ ദാൻ 5s ആണെങ്കിൽ ഇറ്റ് ഈസ് ഷോർട്ട് കീ കോണ്ടാക്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെക്ടിഫൈങ് കോണ്ടാക്ട് ആയിരിക്കും. 5m ഗ്രേറ്റർ ദാൻ 5s ആണെങ്കിൽ ഇറ്റ് ഈസ് ഷോർട്ട് കീ ഓർ റെക്ടിഫൈങ് കോണ്ടാക്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്ടിഫൈങ് ആണോ ഓമിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റെക്ടിഫൈങ് കോണ്ടാക്ട് എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ എന്ത് കോണ്ടാക്ട് ആണ്? ഷോർട്ട് കീ കോണ്ടാക്ട് ആണ്. സോ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. സോ നമ്മൾ ആദ്യം സെപ്പറേറ്റ് മെറ്റൽ വേറെ സെമി കണ്ടക്ടർ വേറെ എന്നുള്ള കേസിലുള്ള ഇതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കും. പിന്നെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇക്വിലിബ്രിയം കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കും. പിന്നെ നമ്മൾ ബയാസിങ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ, അതായത് ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ ഐസൊലേറ്റഡ് മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. സോ മെറ്റൽ എൻ ടൈപ്പ് ആണല്ലോ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ മെറ്റലിന്റെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും എനർജി ബാൻഡ് ഡയഗ്രാം ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടും വർക്ക് ഫംഗ്ഷൻ എന്നുള്ള ടേം ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഫെർമി ലെവലിൽ നിന്ന് വാക്വം ലെവലിലേക്കുള്ള ആ ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ് ഈസ് കോൾഡ് ദി വർക്ക് ഫംഗ്ഷൻ. സോ നമ്മളെ കണ്ടക്ഷൻ ബാൻഡിനേക്കാളും മുകളിലുള്ള ഒരു എനർജി ലെവലാണ് ഈ ആക്ച്വലി നമ്മുടെ വാക്വം ലെവൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഐസൊലേറ്റഡ് മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും സെപ്പറേറ്റ് എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാം. സോ മെറ്റലിന്റെ കേസിൽ നമ്മൾ ഫെർമി ലെവൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഫെർമി ലെവൽ ഓഫ് ദി മെറ്റൽ. ഫെർമി ലെവലിനെ FM എന്ന് മെറ്റലിന്റെ കേസിലുള്ള ഫെർമി ലെവൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ലെവലാണ്, ഇതാണ് നമ്മുടെ ടോട്ടൽ മൊത്തത്തിലുള്ള നമ്മുടെ വാക്വം ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വാക്വം ലെവൽ. സോ ഈ ഒരു ഡിഫറൻസ് ആണ് വർക്ക് ഫംഗ്ഷൻ, മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 5m എന്ന് പറയുന്നത്. സോ മെറ്റലിന്റെ സെക്ഷൻ നമ്മൾ ഐസൊലേറ്റഡ് റെപ്രസെന്റ് ചെയ്തു. ഇനി സെമി കണ്ടക്ടർ ആണ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് ആണ്. സോ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ വരയ്ക്കുമ്പോൾ വാലൻസ് ബാൻഡ് ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവും, ഫെർമി ലെവൽ ഉണ്ടാവും. എൻ ടൈപ്പിന്റെ കേസിൽ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയാണ്, കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെ. സോ നമുക്ക് വരയ്ക്കാം. സോ കണ്ടക്ഷൻ ബാൻഡ് ഇതാണ്. സോ ഇതാണ് എൻ ടൈപ്പിന്റെ കണ്ടക്ഷൻ ബാൻഡ്. അതുപോലെ തന്നെ ഇതാണ് എൻ ടൈപ്പിന്റെ വാലൻസ് ബാൻഡ് വരുന്നത്. സോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ECN, EVN. സോ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഉള്ളതാണ് നമ്മുടെ ഫെർമി ലെവൽ ഫോർ ദി എൻ ടൈപ്പ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് EF എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എൻ ടൈപ്പിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈപ്പിന്റെ കേസിലുള്ള ഫെർമി ലെവലിൽ നിന്ന് വാക്വം ലെവലിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് 5SC അല്ലെങ്കിൽ 5S കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ തന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് വരച്ചിരിക്കുന്നത്. തന്ന കണ്ടീഷൻ എന്തായിരുന്നു? 5m ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5s അല്ലെങ്കിൽ 5SC. സോ ഇവിടെ നോക്കിയേ, 5m ആണോ 5SC, ഏതാണ് വലുത്? 5m ആണ് ഗ്രേറ്റർ. സോ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഐസൊലേറ്റഡ് മെറ്റൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചു. ഇനി നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യാണ്. സോ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. സോ ഇതിലുള്ളൊരു പ്രത്യേകത, ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാക്വം ലെവൽ ടോട്ടലി ഒരേപോലെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. വാക്വം ലെവൽ എന്ത് ചെയ്യുക? വാക്വം ലെവലിൽ ചേഞ്ച് ഒന്നുമില്ല. ആ വാക്വം ലെവൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെറ്റലിന്റെ ഫെർമി ലെവലിലും ചേഞ്ച് ഒന്നും വരില്ല. അതാണ് നമ്മുടെ മെറ്റലിന്റെ ഫെർമി ലെവൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്യുമ്പോൾ ഒരു മെറ്റലും സെമി കണ്ടക്ടറും ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ രണ്ട് സെമി കണ്ടക്ടർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെയും ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് മെറ്റലിന്റെ ഫെർമി ലെവലും സെമി കണ്ടക്ടറിന്റെ ഫെർമി ലെവലും ഇക്വിലിബ്രിയത്തിൽ അലൈൻഡ് ആയിരിക്കും. മെറ്റലിന്റെ ഫെർമി ലെവലും സെമി കണ്ടക്ടറിന്റെ ഫെർമി ലെവലും ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? അലൈൻഡ് എന്ന് പറഞ്ഞാൽ സെയിം ലെവലായിരിക്കും. അപ്പൊ മെറ്റലിന്റെ ഫെർമി ലെവലിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മുടെ
എൻ ടൈപ്പിന്റെ ഫെർമി ലെവൽ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ പിടിച്ച് എന്ത് ചെയ്യണം, ഒന്നും ഇങ്ങോട്ട് താഴ്ത്തണം, ഒന്ന് താഴോട്ട് വരണം. അപ്പൊ താഴോട്ട് വരുമ്പോൾ നമ്മുടെ എൻ ടൈപ്പിന്റെ ഫെർമി ലെവൽ ഇവിടെ വന്നു. അപ്പൊ ഫെർമി ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ECN നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ത് ചെയ്യും, ഒന്ന് താഴും. സോ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങോട്ട് വന്നു. മെറ്റലിന്റെ ഫെർമി ലെവൽ ഇവിടെ വന്നു, കാരണം ഇത് അലൈൻഡ് ആയിട്ട് കിടക്കണം. സോ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങോട്ട് വന്നു. സോ വാലൻസ് ബാൻഡ് അതിനനുസരിച്ച് എന്ത് ചെയ്തു, താഴ്ന്നു. സോ ഈ സൈഡ് മെറ്റല്, ഈ സൈഡ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, ഈ സൈഡ് നമ്മുടെ എൻ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഫെർമി ലെവൽ അലൈൻ ചെയ്ത് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കണ്ടക്ഷൻ ബാൻഡ്, അതുപോലെ തന്നെ വാലൻസ് ബാൻഡ് എനർജി ലെവല്, അതുപോലെ തന്നെ എൻ ടൈപ്പിന്റെ കേസിലുള്ള ഫെർമി ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു രീതിയിൽ വന്നു. അപ്പൊ നേരത്തെ ഉള്ള ഫെർമി ലെവൽ ഇതായിരുന്നു, ഇപ്പൊ ഉള്ള ഫെർമി ലെവൽ ഇതാണ്. സോ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇതാണ് ഫെർമി ലെവൽ, കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവലിലുള്ള ഡിഫറൻസ്. ഇതാണ് വാലൻസ് ബാൻഡ് എനർജി ലെവലിലുള്ള ഡിഫറൻസ്. ഇതാണ് ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന പോലെ ഈ ഒരു കോണ്ടാക്റ്റിന്റെ ജംഗ്ഷനിൽ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം കേസ്. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യാം, റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യാം. ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റീജിയന്റെ വിഡ്ത്ത് കുറയും ചെയ്യും. റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ റീജിയന്റെ വിഡ്ത്ത് എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. സോ ഫോർവേഡ് ബയസ്, അണ്ടർ ഫോർവേഡ് ബയസ് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഈ ഒരു ഡിഫറൻസ് നേരത്തെ കണ്ടക്ഷൻ ബാൻഡിന്റെ ലെവലും ഇപ്പോഴത്തെ കണ്ടക്ഷൻ ബാൻഡും നമ്മൾ ഡിഫറൻസ് എത്രയാണ്, Q ഇൻറ്റു V നോട്ട് ആണ്. ഇറ്റ് ഈസ് Q ഇൻറ്റു V നോട്ട്. Q ഇൻറ്റു V നോട്ട്. V നോട്ട് ഈസ് ലൈക്ക് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, ആ ടേം ആണ് വരുന്നത്. ഇനി ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ V നോട്ട് എന്നുള്ള ടേം എന്തായിട്ട് മാറും, V നോട്ട് മൈനസ് VF എന്നുള്ളതായിട്ട് മാറും. സോ ദിസ് വിൽ ബിക്കം Q ഇൻറ്റു V നോട്ട് മൈനസ് VF എന്നുള്ള രീതിയിൽ മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫെർമി ലെവല്, മെറ്റലിന്റെ ഫെർമി ലെവൽ അവിടെ തന്നെ നിന്നു, ചേഞ്ച് ഒന്നുമില്ല. സോ ഈ ഒരു ഫെർമി ലെവലിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇതെന്താവും, എൻ റീജിയന്റെ ഫെർമി ലെവൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. സോ ദിസ് വിൽ ബിക്കം, ഇതൊന്നും കൂടെ അപ്വേർഡ് ഷിഫ്റ്റ് ആവും. ദാറ്റ് ഈസ് ഈ ഒരു ഡിഫറൻസ് എന്തായിരിക്കും, കുറയും. അതായത് നേരത്തെ Q ഇൻറ്റു V നോട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ എന്തായി, Q ഇൻറ്റു V നോട്ട് മൈനസ് VF ആയിട്ട് മാറും. Q ഇൻറ്റു V നോട്ട് മൈനസ് VF ആയിട്ട് മാറും. സോ ഈ ഒരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട്. അതായത് രണ്ട് വാലൻസ് ബാൻഡ്, നേരത്തെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരുന്ന കേസിലും ഇപ്പൊ ഉണ്ടായിരുന്ന കേസിലുള്ള വാലൻസ് ബാൻഡിന്റെ ആ ഒരു എനർജി ട്രാൻസിഷൻ ഇവിടെ കാണാം. കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി ട്രാൻസിഷനും ഇവിടെ കാണാം. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ് മെറ്റലിന്റെ ഫെർമി ലെവലും എൻ ടൈപ്പിന്റെ ഫെർമി ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് Q ഇൻറ്റു VF ആണ്. ഇനി റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഡിപ്ലീഷന്റെ വിഡ്ത്ത് കൂടും. സോ V നോട്ട് എന്നുള്ളത് V നോട്ട് പ്ലസ് VF ആയിട്ട് മാറും. V നോട്ട് പ്ലസ് VF ആയിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ താഴെയാണ് ചെയ്യുക. ഒന്നും കൂടെ താഴെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് അലൈൻഡ് ആയിട്ട് കടന്നിരുന്നു, ഇത് താഴേക്കാണ് വരിക. അപ്പോൾ നമ്മുടെ മെറ്റലിന്റെ ഫെർമി ലെവലിന്റെ താഴത്തേക്കാണ് കണ്ടക്ഷൻ ബാൻഡ്, എന്നിന്റെ കണ്ടക്ഷൻ ബാൻഡ് വരിക. സോ ഫെർമി ലെവൽ ഒന്നും കൂടെ താഴും. അപ്പോൾ തന്നെ ബാലൻസ് ബാൻഡും അതിനനുസരിച്ച് താഴേക്ക് വരികയാണ് ചെയ്യുക. സോ ഈ ഒരു ഡിഫറൻസ് അത്രയും കൂടുകയാണ് ചെയ്യുക. സോ ഈ ഒരു ഡിഫറൻസ്, കണ്ടക്ഷൻ ബാൻഡിന്റെ ഡിഫറൻസ് ആണ് ഇത് വാലൻസ് ബാൻഡിന്റെ ഡിഫറൻസ് ആണ്. സോ ഈ ഡിഫറൻസ് അത്രയും കൂടും. സോ എൻ സൈഡിലുള്ള കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് നേരത്തെ നമ്മളുടെ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് കണ്ടീഷനിലുള്ള ഒരു കണ്ടക്ഷൻ ബാൻഡിന്റെ ആ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Q ഇൻറ്റു V നോട്ട് പ്ലസ് VR. VR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ് വോൾട്ടേജ്. അപ്പൊ ഈ വോൾട്ടേജിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്തത്. സോ അത്രയും ഗ്യാപ്പ് വരികയാണ് ചെയ്യുന്നത്. സോ റിവേഴ്സ് ബയസ് ആകുമ്പോൾ നമ്മളെ വിഡ്ത്ത് ഒന്ന് കൂടി. ഓക്കെ, ജംഗ്ഷന്റെ വിഡ്ത്ത് ഇൻക്രീസ് ആയി. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഐസൊലേറ്റഡ് വരയ്ക്കുക, ഇക്വിലിബ്രിയത്തിലുള്ളത് വരയ്ക്കുക, ബയാസ്ഡ് കണ്ടീഷനിൽ ഫോർവേഡ് ബയസ് വരയ്ക്കുക, റിവേഴ്സ് ബയസ് വരയ്ക്കുക. തന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. 5M ഗ്രേറ്റർ ദാൻ 5S എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യണം. സോ മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമാണ്. 5M ഗ്രേറ്റർ ദാൻ 5S ആയതുകൊണ്ട് ഇറ്റ് ഈസ് റെക്ടിഫൈങ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഷോർട്ട് കീ കോണ്ടാക്ട് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ 15ാമത്തെ A ക്വസ്റ്റിനും B ക്വസ്റ്റിനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 16ാമത്തെ essay ക്വസ്റ്റിനിലേക്ക് പോവാം, മോർ ക്വസ്റ്റിനിലേക്ക് പോവാം. സോ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, A ക്വസ്റ്റ്യൻ B ക്വസ്റ്റ്യൻ. 7+7 14 മാർക്കാണ് വരുന്നത്. സോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ A ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ആൻ അബ്രപ്റ്റ് PN ജംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ബയാസിംഗ് ഒന്നും കൊടുക്കാത്ത കേസിലുള്ള കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രപ്റ്റ് PN ജംഗ്ഷൻ ആണ്. അബ്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ P സൈഡ് ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും, N സൈഡ് വേറെ കോൺസെൻട്രേഷൻ ആയിരിക്കും. സഡൻ ചേഞ്ച് ആയിരിക്കും ആ ജംഗ്ഷനിൽ വെച്ചിട്ട്, അല്ലാതെ ലീനിയർ ആയിട്ട് ഗ്രാജുവൽ ചേഞ്ച് അല്ല, അബ്രപ്റ്റ് ചേഞ്ച് ആണ് നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനിൽ വരുന്നത്.
ഓക്കെ, then അതിന്റെ ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം നമുക്ക് ആദ്യം ഡെറിവേഷൻ ചെയ്യാം, അതിന് ശേഷം ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഇൻ കേസ് ഓഫ് പി എൻ ജംഗ്ഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളൊരു പി ടൈപ്പും ഒരു എൻ ടൈപ്പും ജോയിൻ ചെയ്തു. സോ പിയും എന്നും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു. സോ ആ ഡിപ്ലീഷൻ റീജിയൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. That means there is a potential inside the depletion region, and that potential is called the contact potential or built-in potential. It is denoted by the letter V0. V0 എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ പിയിൽ നമ്മുടെ ഡോണർ അയോൺസ് ഉണ്ട്, എന്നിൽ ആക്സെപ്റ്റർ അയോൺസ് ഉണ്ട്. സോ ഈ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ, ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഡിനോട്ടഡ് ബൈ W. ഈ W എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ആണ്. ഇനി ഈ ഡിപ്ലീഷൻ റീജിയൻ ഈക്വലി അല്ല, രണ്ട് സൈഡിലേക്കുള്ള പെനട്രേഷൻ ഈക്വൽ ആയിരിക്കില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡോപ്പിംഗ്. പിയുടെയും എന്നിന്റെയും ഡോപ്പിംഗ് അനുസരിച്ച് പെനട്രേഷനിൽ വ്യത്യാസം വരും. സോ ഡോപ്പിംഗ് കൂടുതലുള്ള ഭാഗത്തേക്ക് കുറച്ചായിരിക്കും പെനട്രേഷൻ, ഡോപ്പിംഗ് കുറവുള്ള ഭാഗത്തേക്ക് കൂടുതലായിരിക്കും പെനട്രേഷൻ. സോ പെനട്രേഷൻ അനുസരിച്ച് ഡോപ്പിംഗ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. എനിവേ നമ്മൾ ആ ഒരു പെനട്രേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യാണ്. സോ എന്നിലേക്കുള്ള പെനട്രേഷൻ ആണ് XN0, പിയിലേക്കുള്ള പെനട്രേഷൻ ആണ് -XP0. സോ ഈ സെന്റർ ജംഗ്ഷൻ ആണ് നമ്മുടെ 0 പോയിന്റ്. ഓക്കെ, സോ ഇത് നമ്മളിതിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ആയിക്കോട്ടെ എൻ ടൈപ്പ് ആയിക്കോട്ടെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ചാർജ് ഡെൻസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിപ്ലീഷൻ റീജിയന്റെ ചാർജ് ഡെൻസിറ്റിയുടെ ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പി സൈഡിലും എൻ സൈഡ് ഏതെടുത്താലും ടോട്ടൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് രണ്ട് സൈഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ചാർജ് ഡെൻസിറ്റിയുടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നമ്മൾ എൻ സൈഡ് എടുക്കുമ്പോൾ ചാർജ് ഡെൻസിറ്റി അവിടെ ഡോണർ അയോൺസ് ആണുള്ളത്. ഡോണർ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ചാർജ് ഡെൻസിറ്റി പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ചാർജ് ഡെൻസിറ്റി ഈസ് Q ഇൻറ്റു ND പ്ലസ്. ND പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോണർ എന്ന് പറയുന്നത്, Q ഇൻറ്റു ND പ്ലസ്. ഇനി ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ സൈഡ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഇൻറ്റു ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ചാർജ് കണ്ടുപിടിക്കാൻ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ Q ഇൻറ്റു A ഇൻറ്റു ഇങ്ങോട്ടുള്ള പെനട്രേഷൻ എന്താണ്, XN0 ഇൻറ്റു ND. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പി സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ആക്സെപ്റ്റർ അയോൺസ് ആണ്, അത് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ്. സോ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Q ഇൻറ്റു NA മൈനസ് ആണ്. സോ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ പി സൈഡിലുള്ള ഡിപ്ലീഷൻ റീജിയനിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -QA XP0 NA ആണ്. അപ്പൊ മൈനസ് വരാൻ കാരണം എന്താണ്, ഈ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ് ആണ് ടോട്ടലി നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും വരിക. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി മാക്സിമം അറ്റ് ദി ജംഗ്ഷൻ. ജംഗ്ഷനിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇതില് ടോട്ടൽ ചാർജ് രണ്ട് സൈഡുള്ള ടോട്ടൽ ചാർജ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QA എന്ത് വരും, QA XN0 ND, QA XN0 ND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സൈഡ് ഡിപ്ലീഷൻ റീജിയനിലുള്ളത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു QA XP0 NA ആണ്. QA XP0 NA ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു QA XP0 NA ആണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ആണ്. ഇതിൽ ക്യൂവും എയും രണ്ട് സൈഡും കോമൺ ആണ്, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്നാണ് നമ്മൾ ഡോപ്പിംഗ് കൂടിയ പെനട്രേഷൻ കുറയുന്നുള്ള ഒരു കാര്യമൊക്കെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷന് കാര്യങ്ങൾ കിട്ടണം. സോ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഏത്, പോയ്സോൺ ഇക്വേഷൻ. സോ വി ആർ യൂസിങ് പോയ്സോൺ ഇക്വേഷൻ.
and it relates the gradient of electric field to the local space charge at any point. അതായത് dE of x by dx, dE of x by dx is equal to q by epsilon. ഇനി സ്പേസ് ചാർജ് ന്യൂട്രാലിറ്റി പോലെ നമ്മൾ ടോട്ടൽ ചാർജിന്റെ സമ്മ് p മൈനസ് n പ്ലസ് എൻ ഡി പ്ലസ് മൈനസ് എൻ എ മൈനസ്, ഇതാണ് നമ്മുടെ പോയ്സോൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ പോയ്സോൺ ഇക്വേഷൻ. ഈ പോയ്സോൺ ഇക്വേഷൻ നമ്മൾ ഒന്ന് പല കേസിലായിട്ട് എടുക്കുകയാണ്. ഇനി 0 to xn naught, 0 to xn naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റീജിയൻ ആണ്? എൻ റീജിയൻ ആണ്. 0 to xn naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റീജിയൻ, അതായത് ഡിപ്ലീഷൻ റീജിയന്റെ എൻ സൈഡിലുള്ള സെക്ഷൻ. സോ എൻ സൈഡിലുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഡോണർ അയോൺസ് മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷനിൽ ഡോണറിന് മാത്രമേ വാല്യൂ ഉണ്ടാവൂ, ആക്സെപ്റ്ററിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മളെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ക്യൂ ബൈ എപ്സലോൺ ഇൻറ്റു പിയും എന്നും ഉണ്ടോ? ഡിപ്ലീഷൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോണും ഫ്രീ ഹോളൊന്നും ഇല്ല. അപ്പൊ പിയും എന്നും 0 ആയിരിക്കും. പിന്നെ ഏത് മാത്രമേ ഉണ്ടാവൂ? ഡോണർ മാത്രമേ ഉണ്ടാവൂ. സോ ക്യൂ ബൈ എപ്സലോൺ ഇൻറ്റു എൻ ഡി എന്ന് വരും. ഓക്കെ, ഇനി മൈനസ് എക്സ് പി നോട്ട് ടു 0, മൈനസ് എക്സ് പി നോട്ട് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മൈനസ് എക്സ് പി നോട്ട് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സെപ്റ്റർ അയോൺസ് മാത്രമേ ഉള്ളൂ, ഡോണർ ഇല്ല. അപ്പൊ ഡോണറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റർ മാത്രം കിട്ടും. സോ മൈനസ് ക്യൂ ബൈ എപ്സലോൺ ഇൻറ്റു എൻ എ വരും. മൈനസ് ക്യൂ ബൈ എപ്സലോൺ ഇൻറ്റു എൻ എ ആയിരിക്കും അവിടെ വരിക. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ പോയ്സോൺ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. നമ്മൾ 2 കേസിലായിട്ട് സിംപ്ലിഫൈ ചെയ്തു. സോ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇതിലേക്ക് പോകണം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന്റെ പോകാൻ വേണ്ടിയിട്ട്, സോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇൻ്റഗ്രൽ ഓഫ് ഡിഇ, എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. മാക്സിമം വാല്യൂ എത്രയാണ്? എപ്സിലോൺ നോട്ട് ആണ്. മിനിമം വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് എപ്സിലോൺ അല്ല, E0 to 0, that is equal to q by epsilon into nd. ഈ ഡി എക്സ് ഡി ബൈ ഡി എക്സ് ആണ്, ഡി എക്സ് അങ്ങോട്ട് എടുത്തു. സോ ഇന്റഗ്രൽ ഡി എക്സ് ആണ്. സോ ഇന്റഗ്രൽ 0 to xn 0, ഇതാണ് ഇതിന്ന് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് ഇന്റഗ്രൽ 0 to E0 DE is equal to മൈനസ് ക്യൂ ബൈ എപ്സിലോൺ ഇൻറ്റു എൻ എ ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് എക്സ് പി നോട്ട് ടു 0 ഡി എക്സ്. ഓക്കെ, സോ 2 റീജിയണലായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് E0 അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ക്യൂ ബൈ എപ്സലോൺ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ മൈനസ് ക്യൂ ബൈ എപ്സലോൺ എൻ ഡി ഇൻറ്റു എക്സ് എൻ നോട്ട് വരും. അതുപോലെ തന്നെ മൈനസ് ക്യൂ ബൈ എപ്സലോൺ എൻ എ ഇൻറ്റു എക്സ് പി നോട്ടും വരും. ഇനി നമുക്ക് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ റിലേറ്റ് വോൾട്ടേജ് ടു പൊട്ടൻഷ്യൽ. സോ വി ക്യാൻ റിലേറ്റ് ദ വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും നമ്മൾ റിലേഷൻ ചെയ്യാം. സോ field at any point is the negative potential gradient at that point. ഈ ഒരു റിലേഷൻ, that is E of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് വി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വി നോട്ട് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് എക്സ് പി നോട്ട് ടു എക്സ് എൻ, മൈനസ് എക്സ് പി നോട്ട് ടു എക്സ് എൻ നോട്ട് ഇ ഓഫ് എക്സ് ഡി എക്സ്. അതായത് ആ ഒരു റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇൻ്റഗ്രേഷൻ എടുക്കുക. ഇൻ്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് വി നോട്ട് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് എക്സ് പി നോട്ട് ടു എക്സ് എൻ നോട്ട് ഇ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ അണ്ടർ ഇ ഓഫ് എക്സ്, ഏരിയ അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഏരിയ അണ്ടർ ദി ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ അതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് വരുന്നത്. സോ നമുക്ക് വി നോട്ട് എന്ത് വരും? -1/2. ഏരിയ എന്ത് വരും? -1/2 E0 W എന്ന് വരും. E0 ആണ് അതിന്റെ പീക്ക്. ഇങ്ങനെ വരുന്ന എന്താണ്? അതിന്റെ വിഡ്ത്ത് ആണ്. സോ ദിസ് ഈസ് ദി വിഡ്ത്ത്. ഇത്രയും എന്താണ്? അതിന്റെ വിഡ്ത്ത് ആണ്. ഇതാണ് അതിന്റെ പീക്ക് വാല്യൂ. സോ -1/2 E0 into W
ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 E0യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ E0യുടെ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് വരും? 1/2 Q/ε ND XN0W ND XN0W എന്ന് വരും. ഓക്കെ, സോ ഇനി വേണമെങ്കിൽ XN0നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XN0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഇൻറ്റു NA ഡിവൈഡ് ബൈ NA പ്ലസ് ND ആണ്. W ഇൻറ്റു NA ഡിവൈഡ് ബൈ NA പ്ലസ് ND ചെയ്ത് കഴിഞ്ഞാൽ V0ന് ഇങ്ങനെയും ഒരു എക്സ്പ്രഷൻ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഫോർ V0 ആസ് 1/2 Q/ε NA ND ഡിവൈഡ് ബൈ NA പ്ലസ് ND ഇൻറ്റു W². ഇങ്ങനെയും എക്സ്പ്രഷൻ എഴുതാം. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു എക്സ്പ്രഷൻ കൂടെ ഉണ്ട് നമ്മുടെ കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്. V0 is equal to കോണ്ടാക്ട് പൊട്ടൻഷ്യൽ V0 is equal to V0ന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, KT/Q ln NaND ln NaND by NA² ln NaND by NA². ഓക്കെ, KT/Q ln NaND by NA². അപ്പൊ ഇതാണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A ക്വസ്റ്റ്യൻ. ഇനി അതിന്റെ B ക്വസ്റ്റ്യൻ നോക്കാം. അത് പ്രോബ്ലം ആണ്. അബ്രപ്റ്റ് സിലിക്കൺ PN ജംഗ്ഷൻ, സിലിക്കൺ ആണ് PN ജംഗ്ഷൻ മെറ്റീരിയൽ, സിലിക്കൺ ആണ്. ആസ് Na ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻17. ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ എത്രയാണ്? 10⁻17 തന്നിട്ടുണ്ട് on the P side and ND is 10⁻15. Na 10⁻17ഉം Na 10⁻17ഉം Na 10⁻17ഉം ND 10⁻15ഉം ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയാണ്. ഞാൻ എൻ്റെ യൂണിറ്റ് എഴുതിയിട്ടില്ല, ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എഴുതിയത്. Na 10⁻17ഉം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ND 10⁻15ഉം തന്നിട്ടുണ്ട്. Acceptor and donor concentration. The area of cross section 10⁻⁻4 centimeter square ആണ്. Area of cross section 10⁻⁻4 centimeter square. The relative permittivity epsilon r, relative permittivity of silicon is 11.8. Epsilon r 11.8 ആണ്. Calculate the built-in potential and depletion layer width. So epsilon r 11.8 ആണ്. എപ്സിലോൺ r 11.8 ആണ്. സിലിക്കണിന്റെ എപ്സിലോൺ r 11.8 ആണ്. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയയുടെ വാല്യൂ കൂടെ എഴുതാം. ഏരിയ 10⁻⁻4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 10⁻⁻4 സെന്റിമീറ്റർ സ്ക്വയർ, 10⁻⁻4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇത്രയും ഡാറ്റയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 പാരാമീറ്റേഴ്സ് ആണ്. ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ V0 ആണ്, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആണ്. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ആണ്. ഓക്കെ, സോ നമ്മളടുത്ത് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. സോ ഫസ്റ്റ് V0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ V0 is equal to KT/Q ln NaND by KT/Q ln NaND by Na². KT/Q ln NaND by Na². റൂം ടെമ്പറേച്ചർ ആണെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് KT/Qയുടെ വാല്യൂ നമുക്ക് എടുക്കാം. KT/Qയുടെ വാല്യൂ എടുക്കാം. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 25 millivolt. ആ വാല്യൂ എടുക്കാം. സോ നമുക്കിവിടെ KT/Q 25 millivolt എടുക്കാം. ln NaND by Na². Na തന്നിട്ടുണ്ട് 10⁻17, ND തന്നിട്ടുണ്ട് 10⁻15. ദെൻ സിലിക്കൺ ആണ് മെറ്റീരിയൽ. സിലിക്കൺ മെറ്റീരിയൽ ആണെങ്കിൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ Ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 10⁻10 ആണ് വരിക. 1.5 ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. Ni ഈസ് 1.5 ഇൻറ്റു 10⁻10 അതിന്റെ സ്ക്വയർ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? V0ന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ പ്രോബ്ലത്തിലെ ഫസ്റ്റ് പാരാമീറ്റർ V0 കിട്ടും. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ അവർ ചോദിച്ചിരിക്കുന്നത് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്തിന്റെ ഫോർമുല 2ε V0/Q Na plus ND ഡിവൈഡ് ബൈ NaND ഹോൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ മൊത്തം റൂട്ടിന്റെ ഉള്ളിലാണ്. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2ε V0/Q 1/Na plus 1/ND ഹോൾ റൈസ് ടു 1/2.
ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് V0 കിട്ടും, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 11.8 തന്നിട്ടുണ്ട്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻⁹ ആണ്. ദെൻ ND തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കിട്ടും. ഓക്കെ, ഈ രണ്ട് പാരാമീറ്റർ ആണ് ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ രണ്ടിന്റെയും ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ തന്ന പാരാമീറ്റർ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് V0 ആൻഡ് W. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വെരിഫൈ ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ B സെക്ഷൻ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3ൽ വരുന്നത്. ECT 201 SSDയുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ മൊഡ്യൂൾ 3 പാർട്ട് A പാർട്ട് B ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.